ചൂടും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മടക്കവും കേരളത്തിലെ നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും തളരാതെ നിർമ്മാണ രംഗത്തെ സജീവമായി നിലനിർത്തുകയാണ് സ്വദേശികളായ തൊഴിലാളികൾ. ഇടവേളയെടുത്ത് പ്രവർത്തികൾ പൂർത്തീകരിച്ചാണ് ഈ മേഖലയെ ഇവർ പിടിച്ചു നിർത്തുന്നത്. ചെറുപ്പുളശ്ശേരിയിലെ നിർമ്മാണ മേഖല ഇപ്പോൾ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് മടങ്ങിയത് ഈ രംഗത്ത് വലിയ തൊഴിലാളി ക്ഷാമം സൃഷ്ടിച്ചിട്ടുണ്ട്. നിലവിൽ പകുതിയിലധികം തൊഴിലാളികളുടെ കുറവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ വലിയ വിടവ് നികത്തിക്കൊണ്ട് നിർമ്മാണ സൈറ്റുകളെ സജീവമാക്കുന്നത് നമ്മുടെ നാട്ടുകാരായ തൊഴിലാളികളാണ്. ചുട്ടുപൊള്ളുന്ന വേനൽച്ചൂട് മറ്റൊരു പ്രധാന വെല്ലുവിളിയാണെങ്കിലും ശാസ്ത്രീയമായ രീതിയിൽ ജോലി സമയം ക്രമീകരിച്ചാണ് ഇവർ മുന്നോട്ടു പോകുന്നത്. പണികളാണ് പോകുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ടൈമൊക്കെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. രാവിലെ ഒന്ന് ഒരു 6 മണിക്ക് വന്നു. 1 മണി വരെ കഷ്ടി പണി എടുക്കുള്ളൂ. മറ്റേ 12 മണിയായ ചൂടല്ലേ, അപ്പം നിർത്തും. പിന്നെ ഒരു 3 മണിക്കൊക്കെ ഇറങ്ങും. ബംഗാളികൾ ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ മലയാളികളുണ്ടാണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. കോൺക്രീറ്റിന് പിന്നെ നമ്മൾ ഇപ്പോൾ മലയാളികളുണ്ട്, അവരെ കമ്പനിക്കാർ മലയാളികളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. കാര്യങ്ങൾ വർക്ക് കൂടുതലുണ്ട്, എന്നാലും മലയാളികളുണ്ടാവുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതങ്ങനെ പറ്റും. അവരിനി പോട്ട് കഴിഞ്ഞിട്ട് മെല്ലെ ഉണ്ടാവില്ല. ഇവിടെയും ചൂടല്ലേ, അവർക്ക് ബുദ്ധിമുട്ടാണ്. കഠിനമായ വെയിൽ ഒഴിവാക്കി അതിരാവിലെ 6 മണി മുതൽ 11 മണി വരെയും തുടർന്ന് വൈകുന്നേരം 4 മണി മുതൽ രാത്രി വരെയുമുള്ള സമയങ്ങളിലാണ് ഇപ്പോൾ ജോലികൾ നടക്കുന്നത്. റിസ്ക് തന്നെയാണ്. ഒന്നാമത് സ്വതവേ ബംഗാളികളൊക്കെ പോവുക കാരണം ഇനിയിപ്പോ കുറച്ച് പേടിക്കാരും കൂടിയേ ബാക്കിയുള്ളൂ. അവരും കൂടി പോവുക കാരണം നല്ല റിസ്ക്കാണ്. പിന്നെ ഒരു 10-15 പേര് മലയാളികളുണ്ട്. സ്ഥിരം വിളിക്കണവർക്ക് തന്നെ നമുക്ക് വർക്കേഴ്സിനെ എത്തിക്കാൻ സാധിക്കണില്ല. പിന്നെ നൈറ്റൊക്കെ പണിയെടുത്തിട്ടൊക്കെയാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഒരു 1.5 മാസം ഇപ്പം ഇതുപോലെ തന്നെ ഉണ്ടാകുക. അവർ മലയാളികളെക്കാട്ടിലും നല്ല വർക്ക് എടുക്കുന്നവർ തന്നെയാണ്. പക്ഷെ മലയാളികളില്ലാതെ ഇപ്പോൾ ഇങ്ങനെ അവരൊക്കെ പോകുമ്പോൾ നമ്മൾ മലയാളികളില്ലാതെയും നടക്കുന്നില്ല. ഒറ്റടിക്കാണ് എല്ലാവരും പോയത്. ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ കാരണം ഇപ്പോൾ നമ്മളെ ചെപ്പശ്ശേരിയിൽ ഇപ്പോൾ ഒരു 5000-ഓളം ആളുണ്ടാവില്ലേ? അതിലിപ്പോൾ ഒരു 19 പേരായിക്കോളും. ഇനിയിപ്പോൾ കുറച്ച് ബീഹാരികൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലായിടത്തും ഇപ്പോൾ തന്നെ കാരണം സ്ഥിതി എന്തോ വർക്ക് കുറച്ച് കോൺട്രാക്ടർമാർക്ക് സ്ഥിരം വിളിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. കുറച്ച് നൈറ്റൊക്കെ ആയാലും ചിലപ്പോൾ ഒരു ദിവസം വൈകിയാലും വർക്ക് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രാവിലെ ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങും. 5:30 മണിക്ക് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് 6 മണിക്ക് ഇറങ്ങും. ഒരു 12:30 അതിൻ്റെ ഉള്ളിൽ തീരും. 11:30. പിന്നെ ഞങ്ങൾ വൈകിട്ട് 6 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. 6 മണി മുതൽ പിന്നെ എപ്പോഴാണ് കഴിയുന്നത് ഒരു 10 മണിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ തീർക്കും, വർക്ക് തീർക്കും. അതിപ്പോൾ തിരക്ക് കാരണം. അല്ലെങ്കിൽ ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾ ഇറങ്ങാറേ ഇല്ല. വൈകിട്ട് ഈ വർക്കിന് ഇപ്പോൾ വൈകിട്ടൊക്കെ ഇറങ്ങാറ് 2 ടൈമൊക്കെ എടുക്കാറ്. അപ്പോൾ ഒരു രക്ഷയില്ലാത്തോട്ട് ഞങ്ങൾ എടുക്കുകയാണ്. അവർ പോകാൻ കാരണം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. തൊഴിലാളികളുടെ കുറവിന് പുറമെ സിമന്റ്, മണൽ, കമ്പി തുടങ്ങിയ നിർമ്മാണ സാമഗ്രികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റവും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്നിരുന്നാലും നിശ്ചിത സമയത്തിനുള്ളിൽ പണികൾ പൂർത്തിയാക്കി കെട്ടിട ഉടമകൾക്ക് കൈമാറാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഇവിടത്തെ സ്വദേശി തൊഴിലാളികൾ. ഈ പ്രതിസന്ധി ഘട്ടത്തിലും നിർമ്മാണ മേഖലയെ തകരാതെ കാത്തുസൂക്ഷിക്കുന്നതിൽ ഇവരുടെ പങ്ക് നിർണായകമാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപ്പുളശ്ശേരി. 60 ഡയമണ്ട് റിങ്ങുകൾ സമ്മാനമായി നൽകുന്ന കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആനിവേഴ്സറി ഓഫർ. ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോ ദിവസവും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനം. കൂടാതെ ഓരോ പർച്ചേസിനോടൊപ്പവും ഒരു സർപ്രൈസ് സമ്മാനവും. 5% തുടങ്ങുന്ന അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 2.5% തുടങ്ങുന്ന പണിക്കൂലി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, മെഗാ എക്സ്ചേഞ്ച് ആനുകൂല്യങ്ങൾ തുടങ്ങിയ മറ്റു ഓഫറുകളും. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്.